نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 1ാം ക്ലാസ്സിലെ ചെറിയ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും അടിപൊളിയായി നിൽക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റല്ലേടാ മക്കളെ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാലോ? നിങ്ങൾ റെഡിയല്ലേ? എഴുതാൻ വേണ്ടി റെഡിയല്ലേ? ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞ് തത്തമ്മയും മക്കളും. വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മ തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിർ, കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു, കീ കീ കീ. ഇതാണ് വായിക്കാം എന്നുള്ളത്. ഇതിന്റെ മുമ്പ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത് ഇത് നിറം നൽകാനുള്ളതാണ്. മധുരിമയുടെ ചിത്രപുസ്തകം നിറം നൽകി മനോഹരമാക്കൂ, നിറം നൽകാനുള്ളതാണ് ഇത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കളർ കൊടുക്കുക അതിന്. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് നമ്മൾ. ഈ ചോദ്യം എന്ന് പറയുന്നത് വലിയ പന, പനയിൽ പൊത്ത്, പൊത്തിൽ കുഞ്ഞുങ്ങൾ, അമ്മത്തത്ത പറന്നു വന്നു, ചുണ്ടിൽ നെൽക്കതിരുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ അമ്മയെ കണ്ടു, ഉച്ചത്തിൽ കരഞ്ഞു, കീ 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 എന്ന് കരഞ്ഞു അല്ലേ. ഇനി കണ്ടെത്തി എഴുതാം. ആരാണ് പറന്നു വന്നത്? അമ്മത്തത്തയാണ് പറന്നു വന്നത്. അടുത്തത് അമ്മത്തത്ത എന്താണ് കൊണ്ടുവന്നത്? അമ്മത്തത്ത എന്താ കൊണ്ടുവന്നത്? നെൽക്കതിര്. നോക്ക്, അമ്മത്തത്ത ചുണ്ടിൽ നെൽക്കതിരല്ലേ. ഇനി അടുത്തത് കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെ? ഉച്ചത്തിൽ കരഞ്ഞു, കീ കീ കീ. കുഞ്ഞുങ്ങൾ കരഞ്ഞത് എങ്ങനെയാ? കീ കീ കീ. ഇനി അടുത്തതോ തത്ത കുഞ്ഞുങ്ങൾ കരഞ്ഞത് എന്തിന്? അവർ കരഞ്ഞത് എന്തിനാ അല്ലേ? വിശന്നിട്ടാണ് അവർ കരഞ്ഞത് അല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്യാണ്? ഫുഡ് കൊണ്ടുവന്നതാണ് അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതോ ത എന്ന അക്ഷരം വരുന്ന വാക്കുകൾ എഴുതൂ. അപ്പൊ ഏതൊക്കെ എഴുതാം? തത്ത അല്ലെ, അമ്മ തത്ത. അതേപോലെ തന്നെ ഉച്ചത്തിൽ, പൊത്ത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ ശരിയായി വരച്ചു ചേർക്കൂ. പ്രവർത്തനം 3 അല്ലേ. ഞാൻ ആന കാട്ടിൽ ജീവിക്കുന്നു, അതേപോലെ തന്നെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഇനി അടുത്തതോ ഞാൻ പൂച്ച, വീട്ടിൽ വളർത്തുന്നു, മീൻ തിന്നുന്നു അല്ലേ. പൂച്ച മീൻ തിന്നുന്നില്ലേ. ഇനി ഞാനാണ് പശു, പശുവിനെ നമുക്ക് വീട്ടിൽ വളർത്തുകയും ചെയ്യാം, പുല്ല് തിന്നുകയും ചെയ്യും, അതേപോലെ തന്നെ പാല് തരുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പശുവിനെ അങ്ങനെ വരച്ചു കൊടുക്കാം. ഈസി അല്ലേ? ഈസിയാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അനുമോദന റാലി. പടം വരച്ചു ചേർക്കാം, നൽകാം അല്ലേ. നോക്കൂ, ഇവിടെ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതാനുണ്ട്, അതേപോലെ തന്നെ പടം വരച്ചു ചേർക്കാനും ഉണ്ട് ഇല്ലേ. ഇവിടെ നോക്കൂ, എഴുതാനുള്ളത് തോരണം കെട്ടി അല്ലേ, തോരണം കെട്ടി. പിന്നെയോ ചെണ്ടമേളം ഉയർന്നു, മുത്തുക്കുടകൾ അല്ലേ, മുത്താന്നാണ് എഴുതിയത്, മുത്തുക്കുടകൾ നിരന്നു, പീപ്പി വിളികൾ ഉയർന്നു, പുലി കളി കളിച്ചു, മധുരം വിതരണം ചെയ്തു അല്ലേ. ഇവിടെ നോക്ക് നിങ്ങൾ അല്ലേ, ഇവിടെ പുലികളി കളിക്കുന്നുണ്ട്, മധുരം വിതരണം ചെയ്യുന്നുണ്ട്, മുത്തുക്കുടകളുണ്ട്, ചെണ്ടമേള ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ തോരണങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പഠിച്ചതുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. മാത്സിന് നമ്മളോട് കൗണ്ട് എഴുതാൻ വേണ്ടി പറയാം. കൗണ്ട് ദ ഫ്രൂട്ട്സ് ആൻഡ് റൈറ്റ് അല്ലേ. ഇത് എണ്ണി നോക്കുക, എന്നിട്ട് നമ്മളോട് എഴുതാൻ വേണ്ടി പറയാണ്. എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 12 ഗ്രേപ്സ് ആണ്, മുന്തിരിയാണ്. അടുത്തത് ചെറിയ എത്ര എണ്ണയാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 എണ്ണമാണ് ചെറിയുള്ളത്. ഇനി അടുത്തതോ ബനാനയോ? 1 2 3 4 5 6 അല്ലെ. 1 2 3 4 5 6 ബനാനയാണുള്ളത്. 6 പഴം നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇനി നോക്ക്, ഹൗ മെനി ഫ്രൂട്ട്സ് ആർ ദർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് ഏതാ ഇതില്? 12 15 6 15 അല്ലേ, നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതെന്ന് വലുതിലേക്ക് എഴുതാൻ വേണ്ടി പറയണം. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കുക. ഈസി ആയിട്ട്, സിമ്പിൾ അല്ലേ. ചെറുതെന്ന് വലുതിലേക്ക് എഴുതാൻ സിമ്പിൾ അല്ലേ. 6 12 15 എഴുതി കൊടുക്കാം
ഇല്ലേ? എഴുതി കൊടുത്തൂടെ? വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വളരെ ഈസി ആയിരുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ മലയാളത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ചെയ്തിട്ടുണ്ട്, ചോദ്യപേപ്പറുകളുണ്ട്, കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ആട്ടോ. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അതിലൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒരു ലൈക്ക് ഇട്ട് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. എല്ലാവർക്കും അയച്ചു കൊടുക്കി. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചക്കര മക്കളെ, അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട